കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തി കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അതീവ നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. LDF-ൽ തുടരുന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ NDA മുന്നണിയിലേക്ക് ചേക്കേറണമെന്ന അപ്രതീക്ഷിത ആവശ്യം യോഗത്തിൽ ഉയർന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ് ഈ നിർദ്ദേശം ആദ്യമായി ഉയർന്നതെങ്കിലും മലബാർ മേഖലയിൽ നിന്നുള്ള നേതാക്കളും ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. UDF അല്ലാത്ത മറ്റൊരു മുന്നണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അർഹമായ പരിഗണനയും പദവികളും ഉറപ്പാക്കണമെങ്കിൽ BJP നയിക്കുന്ന NDA മുന്നണിയിലേക്ക് പോകുന്നതിൽ തെറ്റില്ലെന്ന അഭിപ്രായം യോഗത്തിൽ ശക്തമായി. ഇടതുമുന്നണിയിൽ നിന്ന് നേരിടുന്ന അവഗണനയ്ക്ക് പരിഹാരമായി പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തണമെന്ന നിലപാടിലാണ് ഇവർ. ശനിയാഴ്ച ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ LDF-നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് നേതാക്കൾ പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പ്രധാന കാരണം പിണറായി വിജയന്റെ ശൈലിയാണെന്ന് നേതാക്കൾ തുറന്നടിച്ചു. പിണറായിയുടെ നേതൃത്വത്തിൽ ഇനിയും മുന്നോട്ട് പോയാൽ കേരളത്തിലെ LDF-ന്റെ അവസ്ഥ ബംഗാളിന് സമാനമായി മാറുമെന്ന കടുത്ത മുന്നറിയിപ്പും യോഗത്തിൽ ഉയർന്നു. CPIM അണികൾ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തതാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നു. സാധാരണ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ CPI ഉയർത്തുന്ന തിരുത്തൽ നടപടികളെ പിന്തുണയ്ക്കുന്നതാണ് ഉചിതമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾക്കിടെ പാർട്ടി നേതാക്കൾക്കിടയിലെ അനൗഖ്യവും യോഗത്തിൽ ചർച്ചയായി. മുൻ MLA-മാരായ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച തുടരും എന്ന പോസ്റ്റാണ് വിമർശനത്തിന് കാരണമായത്. പാർട്ടി ഔദ്യോഗികമായി തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇത്തരം പോസ്റ്റുകൾ ഇട്ടത് പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയെന്ന് നേതാക്കൾ പറഞ്ഞു. റോഷി അഗസ്റ്റിന്റെയും പ്രമോദ് നാരായണന്റെയും നടപടി പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇത് മറ്റ് MLA-മാരെയും മത്സരിച്ച സ്ഥാനാർത്ഥികളെയും ജനങ്ങൾ സംശയത്തോടെ കാണാൻ ഇടയാക്കി. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ചില അംഗങ്ങൾ ഉയർത്തി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുന്നതിന് മുൻപ് പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് ശക്തി തെളിയിക്കണമെന്ന വാദവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. മുന്നണികളുടെ തടവറയിൽ കഴിയാതെ സ്വന്തം അടിത്തറ ഭദ്രമാക്കാനാണ് പാർട്ടി ശ്രമിക്കേണ്ടതെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഇത് പാർട്ടിയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. NDA-യിലേക്കുള്ള മാറ്റം സംബന്ധിച്ച നിർദ്ദേശം വന്നതോടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. ക്രൈസ്തവ വോട്ട് ബാങ്കിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടി BJP മുന്നണിയിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ തൽക്കാലം LDF-ലെ പോരായ്മകൾ പരിഹരിക്കാനാണ് ഔദ്യോഗിക നേതൃത്വം ശ്രമിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഈ നീക്കങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. UDF-ലേക്ക് മടങ്ങാനുള്ള സാധ്യതകൾ അടഞ്ഞോ അതോ NDA ഒരു പരീക്ഷണമാണോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനവും സംസ്ഥാനത്തെ വരുംകാല രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. NDA പ്രവേശനമെന്ന അജണ്ട പാർട്ടിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് കാരണമാകുമോ അതോ പുതിയൊരു സഖ്യത്തിന് വഴി ഒരുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പാർട്ടിയുടെ ഭാവിയും നിലനിൽപ്പും മുൻനിർത്തിയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കാണ് ജോസ് കെ മാണി നീങ്ങുന്നത്.